നമസ്കാരം. മാതൃഭൂമി എക്സ്വെലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഹീനമായ കൊലപാതകം. ബലാത്സംഗത്തിനിടെയാണ് യുവതി കൊല്ലപ്പെട്ടത്. ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം വഴിതെറ്റി പ്രതികളെ കണ്ടെത്താതെ അവസാനിച്ചു. 1.5 വർഷക്കാലത്തിന് ശേഷം ക്രൈംബ്രാഞ്ചാണ് കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന പ്രതികളെ കണ്ടെത്തിയത്. ചിറയൻകീഴിനെ ഞെട്ടിച്ച ആ കൊലപാതകമാണ് ഇത്തവണ മാതൃഭൂമി എക്സ്വെലിൽ. കേരള പോലീസിലെ പല സുപ്രധാനമായ കേസുകളും, പ്രത്യേകിച്ച് കൊലപാതക കേസുകളും ആദ്യം ആരംഭിക്കുന്നത് ആളെ കാണാനില്ല എന്നൊരു കേസ്, മാൻ മിസ്സിംഗ് കേസ്, വുമൺ മിസ്സിംഗ് കേസ് അല്ലെങ്കിൽ ചൈൽഡ് മിസ്സിംഗ് കേസായിട്ടാണ് പല കേസിലും. കേരള പോലീസാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു കേസ് അന്വേഷണം പോലുമില്ല. പലപ്പോഴും കേസുകൾ തന്നെ രജിസ്റ്റർ ചെയ്യാറില്ല. നമ്മൾ കേസെടുത്ത് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം അത് ഒരു കൊലപാതകമായി മാറി, അത് തെളിയാത്ത കൊലപാതകമായി മാറി, ദീർഘനാൾ അന്വേഷണം മന്ദഗതിയിലായി. അതിനുശേഷം വിദഗ്ധനായ അല്ലെങ്കിൽ സമർപ്പണ ബോധമുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കഴിവുകൊണ്ട് ആ കേസ് തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം ചിറയൻകീഴിന് സമീപമുള്ള ഗ്രാമം. വയലും തോടുമൊക്കെ നിറഞ്ഞ പ്രദേശം. ആ പ്രദേശത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് യുവതിയെ കാണാനില്ലെന്ന സംഭവം പുറത്തറിയുന്നത്. ചിറയൻകീഴ് താലൂക്കിലുള്ള ഒരു സ്ഥലത്ത് ഒരു വിവാഹം കഴിച്ച ഒരു യുവതി, അവർക്ക് 2 കുട്ടികളുമുണ്ട്. ആ യുവതി അവർ രാവിലെ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾക്കൊക്കെ പോകും. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 2 ക്ലാസ്സുകളോ മറ്റോ ഉണ്ട്. ഒരു ക്ലാസ് കഴിഞ്ഞ് മറ്റേ ക്ലാസ്സിന് പോകും. എല്ലാ ദിവസത്തെയും പോലെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയതാണ് യുവതി. വയലും അല്പം കാടും നിറഞ്ഞ വിജനമായ സ്ഥലത്തുകൂടി വേണം ബസ് കയറാനായി റോഡിലെത്താൻ. എല്ലാ ദിവസവും മറ്റൊരു യുവതിക്കൊപ്പമാണ് പോകുന്നത്. അന്ന് കൂട്ടുകാരി ഒപ്പമുണ്ടായിരുന്നില്ല. ഈ യുവതി വീട്ടിൽ നിന്നിറങ്ങി ഒരു ക്ലാസ്സിന് പോയി, പക്ഷേ അടുത്ത ക്ലാസ്സിന് ചെന്നില്ല. ഈ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം യുവതിയുടെ ഭർത്താവും മറ്റും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. അപ്പോൾ തന്നെ യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കേസെടുത്തു. യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഗുരുതരമായൊരു സംഭവമാണ്. അവർ പല രീതിയിലും അന്വേഷിച്ചു, പക്ഷേ യുവതിയെ അന്നോ എൻ്റെ അടുത്ത ദിവസമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. യുവതിയെ കാണാനില്ലെന്ന പരാതി ലഭിച്ചതോടെ ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബാംഗങ്ങളെയെല്ലാം ചോദ്യം ചെയ്തു. യുവതിയുടെ തിരോധാനത്തെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടെയാണ് നാടിനെ നടുക്കി ആ വാർത്ത പുറത്തു വന്നത്. യുവതിയെ കാണാനില്ലാത്തതിന് യുവതിയുടെ കുടുംബാംഗങ്ങളായ ചിലർക്ക് തന്നെ പങ്കുണ്ട് എന്നൊക്കെ നാട്ടിൽ വലിയ സംസാരമായി. അങ്ങനെയും പോലീസിൻ്റെ അന്വേഷണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് മറ്റു ചിലരെ സംശയിക്കുന്ന സാഹചര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ സ്ത്രീയുടെ മൃതദേഹം, ഒരു കനാലുണ്ട്, വെള്ളം ഒഴുകുന്ന ഈ കനാലിൻ്റെ ഒരു സൈഡിൽ ഒരു ചതുപ്പ് പോലൊരു പ്രദേശമുണ്ട്. അവിടെ കൈത ഒക്കെ വളരെ കാര്യമായിട്ട് വളർന്നു നിൽക്കുന്ന കൈതയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ യുവതിയുടെ മൃതദേഹം കാണപ്പെട്ടു. ബോഡി കാണപ്പെടുന്നത് അടിവസ്ത്രം, ബ്രാസിയറിൻ്റെ ഒരു ഹൂക്കെടുത്ത് കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. മറ്റേ ഹൂക്കെടുത്ത് ഒരു ചെടിയിൽ, കൈത പോലുള്ള ചെടിയിൽ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒഴുകിപ്പോയി കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഈ കൈത നിറഞ്ഞു നിൽക്കുന്ന കാട്ടിൽ ഒളിച്ചു വെച്ചതാണ്.
മൃതദേഹ പരിശോധനാ ഫലം ലഭിച്ചതോടെ യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന്റെ പ്രത്യേകതയും പോലീസ് ശ്രദ്ധിച്ചിരുന്നു. പകുതി വെള്ളത്തിലും കരയിലുമായാണ് മൃതദേഹം കണ്ടെത്തിയത്. ആരും അധികം ശ്രദ്ധിക്കാത്ത സ്ഥലം. വെള്ളത്തിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാനാണ് മൃതദേഹം കെട്ടിയിട്ടതെന്നും വ്യക്തം. സംഭവം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് ഇത് അഴുകിയ ഡീകമ്പോസ്ഡ് സ്റ്റേറ്റിലാണ് ഈ ബോഡി ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മർഡറായിട്ട് മാറ്റി. കാരണം കഴുത്തിൽ ബലം പ്രയോഗിച്ച് വെള്ളത്തിൽ മുക്കിയുമാണ് കൊന്നിരിക്കുന്നതെന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ആരാണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയത്? ആ ദുരൂഹത ചോദ്യചിഹ്നമായി പോലീസിന് മുന്നിൽ അവശേഷിച്ചു. അയൽക്കാരടക്കം സംശയമുള്ള എല്ലാവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിൽ അയൽക്കാരനായ ഒരാളുടെ ശരീരത്തിൽ കണ്ട മുറിവുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പയ്യനെയും നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത അയൽവക്കത്തുള്ള പയ്യനെ നോക്കിയപ്പോൾ അയാളുടെ ദേഹത്ത് കൈതയുടെ മുള്ളൊക്കെ ഉണ്ട്. അയാളെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ച് കൈതയുടെ മുള്ളാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് കൈതയുടെ മുള്ള പറ്റിയത് ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ പോയപ്പോഴാണ്. അപ്പോൾ അന്നേരം എൻ്റെ ദേഹത്ത് കൈത കൊണ്ടതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വേറെ സംശയകരമായ സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. അയൽവാസിയായ മണിയൻ എന്ന യുവാവിന്റെ മൊഴി പോലീസ് വിശ്വസിച്ചു. അന്വേഷണം യുവതിയുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ സംശയിക്കത്തക്ക തെളിവുകളൊന്നും ലഭിച്ചില്ല. അന്വേഷണം എവിടെയും എത്താതെ വഴിമുട്ടി. ആദ്യം തിരോധാനവും പിന്നീട് കൊലപാതകവുമായി മാറിയ ആ കേസിന്റെ മുന്നിൽ ലോക്കൽ പോലീസ് പരാജയപ്പെട്ടു. 2010 അന്ന് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കേസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യുന്ന കേസുണ്ട്. തെളിയാത്ത കേസുകൾ ഇങ്ങനെ ക്രൈംബ്രാഞ്ചിൽ കിടക്കുന്നത് റിവ്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ഞാനും ഇത് റിവ്യൂ ചെയ്യാനിടയായി. അങ്ങനെ ഈ അന്വേഷണം പുനർജീവിപ്പിക്കാമെന്ന് തീരുമാനിച്ച് ഈ കേസിൻ്റെ അന്വേഷണം രഘു എന്ന് പറഞ്ഞ നല്ല സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്. രഘു എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു. ആ രഘു എന്ന ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണം ഏൽപ്പിച്ചു. ഇദ്ദേഹത്തിന് തന്നെ ആയിരുന്നു ആദ്യം ഏൽപ്പിച്ചത്. പിന്നെയാണ് അദ്ദേഹത്തെ വേറൊരു കേസിൻ്റെ ഉത്തരവാദിത്തം കൊടുത്ത് മാറ്റിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ഡിവൈഎസ്പി രഘുവിന്റെ നേതൃത്വത്തിൽ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം വിലയിരുത്തി. ഒട്ടേറെ അപാകതകൾ ഉണ്ടായിരുന്നു ആ അന്വേഷണത്തിലെന്ന് വ്യക്തമാണ്. ക്രൈംബ്രാഞ്ച് എല്ലാം ആദ്യം മുതൽ തുടങ്ങി. മൃതദേഹം കണ്ടെത്തിയ നിമിഷം മുതലുള്ള സംഭവങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു. ഈ കേസിൽ വളരെ പ്രകടമായ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഈ യുവതിയുടെ കഴുത്തിൽ കെട്ടാനുപയോഗിച്ച ബ്രാസിയറാണ്. അതിൻ്റെ അർത്ഥം പക്ഷേ പെൺകുട്ടി ധരിച്ചിരുന്നു, മൃതദേഹം നഗ്നമല്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺക്ലൂഷൻ, ഒരു കാരണവശാലും ഇങ്ങനെയാണെങ്കിൽ മരിച്ചതിന് ശേഷമാണ് ഈ ഉടുപ്പ് ഇടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബ്രാസിയർ കഴുത്തിൽ കെട്ടാൻ സാധിച്ചത്. അപ്പോൾ അടിവസ്ത്രങ്ങളെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ചും അടിവസ്ത്രം ഷഡ്ഡി പോലെ വല്ലതും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യത്തെ അന്വേഷണത്തിൽ ആരും ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ചിരുന്നു, ഇതിൻ്റെ വസ്ത്രങ്ങളൊന്നും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഒരു അന്വേഷണം. മൃതദേഹത്തിന്റെ ചില പ്രത്യേകതകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ തന്നെ ചില സംശയങ്ങളും ഉടലെടുത്തു. എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കൃത്യസ്ഥലം, ബോഡി കിടന്ന സ്ഥലം ഒന്നുകൂടി വിശദമായി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്ത് പഞ്ചായത്ത് സെക്രട്ടറി അവിടെ വന്ന് 23/2/2010 നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിശദമായ
പരിശോധന അവിടെ നടത്തി. ഈ കൂലിപ്പണിക്കാരെ കൊണ്ടുവന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് വെട്ടിക്കളച്ച് നോക്കിയപ്പം ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ അടിവസ്ത്രം, കൊല്ലപ്പെട്ട കുട്ടിയുടെ ചെരുപ്പ്, ഉടുപ്പ്, 2 ചെരുപ്പുകൾ, ഒരു സിസറും കണ്ടെടുത്ത്. അതെല്ലാം ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അണ്ടർസ്കേർട്ടും ചെരുപ്പും വീട്ടുകാർ ഐഡൻറ്റിഫൈ ചെയ്ത്. ആ കുഴിയിൽ നിന്ന് യുവതിയുടെ വസ്ത്രങ്ങൾക്കൊപ്പം ലഭിച്ച ഷർട്ടും ഒരു ജോഡി ചെരുപ്പും ആരുടേതെന്നായി അന്വേഷണം. ഷർട്ട് യുവതിയുടെ അയൽവാസിയായ കിഷോറിൻ്റേതാണെന്ന് വ്യക്തമായി. ഇതോടെ കിഷോർ, സുഹൃത്തുക്കളായ മണിയൻ, അമ്പിളി ഈ 3 പേരും സംശയത്തിന്റെ നിഴലിലായി. ആ 2 ജോഡി ചെരുപ്പുകളും ഷർട്ടും ആരുടേതാണ്? പരിസരവാസികളെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിലാണ് പ്രദേശത്ത് തന്നെയുള്ള 3 പേരിലേക്ക് സംഘത്തിന്റെ അന്വേഷണം കേന്ദ്രീകരിച്ചത്. കൊല്ലപ്പെട്ട യുവതിയുടെ അയൽവാസികളായിരുന്നു അവർ. അവരൊക്കെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരും അവിടെ കഞ്ചാവ് വലിക്കുന്നവരാണ്. അവരെ പറ്റി ശരിക്കും അന്വേഷിച്ചു. കിഷോർ നേരത്തെ ചാത്തന്നൂരുള്ള ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടെ എന്തോ പ്രശ്നം വന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീടിനടുത്ത് അയാളുടെ ഒരു ബന്ധു അമ്പിളി ഉണ്ടായിരുന്നു. അമ്പിളിയുടെ കൂടായിരുന്നു താമസിച്ചിരുന്നത്. കൂലിപ്പണിക്കൊക്കെ പോകുമായിരുന്നു. മണിയന് തൊട്ടടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ അമ്പിളിയെ വിളിച്ച് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത്, കടുപ്പിച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത്. അപ്പോൾ അമ്പിളിയുടെ കയ്യിൽ നിന്ന് കുറേ കിഷോറിലേക്ക് പോകുന്ന കുറേ സൂചനകൾ കിട്ടി. യുവതിയുടെ വീടിന് സമീപത്തെ താമസക്കാരനാണ് അമ്പിളി എന്ന യുവാവ്. അയാളുടെ വീട്ടിലാണ് കിഷോർ എന്നയാൾ താമസിച്ചിരുന്നത്. ഈ 2 പേരുടെയും സുഹൃത്താണ് മണിയൻ. അന്ന് ലോക്കൽ പോലീസ് മൊഴിയെടുത്ത് വിട്ടയച്ചയാൾ. അയാളുടെ ശരീരത്തിലാണ് കൈതച്ചെടിയുടെ മുള്ളുരഞ്ഞ പാടുകൾ കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ചിന് ചില സംശയങ്ങൾ ഉടലെടുത്തു. സാക്ഷിയായ അമ്പിളി നൽകിയ മൊഴി സുപ്രധാനമായി. കിഷോറിനെ ആ ദിവസം പ്രത്യേക സാഹചര്യത്തിൽ കണ്ടിരുന്നു എന്നായിരുന്നു മൊഴി. ഈ സംഭവം നടന്ന ദിവസം അയാളെ രാവിലെ 8 മണിക്ക് ഒരു ചായക്കടയിൽ കണ്ടു. അയാളെ തന്നെ വീണ്ടും 11 മണിക്ക് വേറൊരു വീട്ടിൽ കണ്ടു. രണ്ടാമത് അയാളൊരു വീട്ടിൽ കണ്ടപ്പോൾ അയാളെ കണ്ട കാര്യം നമ്മുടെ സാക്ഷി ഓർക്കാനുള്ള കാരണം, രണ്ടാമത് അയാളെ കാണുമ്പോൾ അയാൾ ഷർട്ടില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ട് ചെയ്തു. എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ പുറകിന് പോയി. ഇതിൻ്റെ പുറകിന് പോയപ്പോൾ അത് മനസ്സിലായി അയാളിപ്പോൾ സ്ഥലത്തില്ല. ഈ ഷർട്ടില്ലാതെ നടന്നിരുന്ന ആ ആൾ സ്ഥലത്തില്ല എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി. പിന്നീട് അയാളെ പറ്റിയായി അന്വേഷണം. അയാളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അയാളുടെ വീട് ചാത്തന്നൂരാണ്, കൊല്ലത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ ഇവിടെ വന്ന് താമസിച്ചാണ്. അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല. അയാൾ സ്ഥലത്തേക്ക് വരുന്നില്ല. കിഷോറിലേക്ക് അന്വേഷണം നീങ്ങി. കൊലപാതകത്തിന് പിന്നിൽ അയാളാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. ചോദ്യം ചെയ്യാനായി അന്വേഷിച്ചപ്പോഴാണ് കിഷോർ ആ സ്ഥലം വിട്ടു പോയതായി വ്യക്തമാകുന്നത്. മൃതദേഹം കണ്ടെത്തും മുമ്പ് തന്നെ തന്ത്രപൂർവം രഹസ്യമായി മുങ്ങിയതാണ്. പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത്. അപ്പോഴത്തേക്ക് അവനെ പിടിക്കാൻ വേണ്ടി പോലീസ് സജ്ജീകരിക്കുകയാണ്, എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം അവനിപ്പം ഈ അവിടെ സ്ഥലത്തേക്ക് വരാത്ത ആൾ പ്രതിയാണ് എന്ന് വിചാരിച്ച് അവനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി അവനെ തെളിയിക്കാൻ വേണ്ടി പാർട്ടികളെ ഡീറ്റെയിൽ ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് കൊല്ലത്ത് വെച്ച് ഈ പറയുന്ന വ്യക്തി ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തതോടുകൂടി അപ്പോൾ അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി. യുവാവിന്റെ സുഹൃത്തായ മണിയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു.
എന്തിനാണ് ആ യുവതിയെ കൊലപ്പെടുത്തിയത്? കൊലപാതകത്തിൽ മണിയന്റെ പങ്കെന്തായിരുന്നു? ദുരൂഹതയുടെ ചുരുളഴിഞ്ഞു. അയൽവാസിയായ യുവതി ആ ദിവസം ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പോകുന്നത് കിഷോർ ശ്രദ്ധിച്ചിരുന്നു. യുവതി അറിയാതെ അയാൾ പിന്തുടർന്നു. ആ വഴിയൊക്കെ വളരെ വിജനമാണ്. ഈ തോടൊക്കെ ആ തോടിൻ്റെ അടുത്തെത്തി ഈ കുട്ടി ഒറ്റക്കാണെന്ന് ബോധ്യപ്പെട്ട് തോടിൻ്റെ അടുത്തെത്തിയപ്പം ഇവൻ പുറകെ വന്ന് കയറി പിടിച്ചു കഴിഞ്ഞിട്ട് പെൺകുട്ടി കുതിര മാറിയപ്പം വീണ്ടും കയറി പിടിച്ച് തട്ടി തോട്ടിലിട്ട് വീണ്ടും ഒച്ച വെച്ചപ്പം ഷാള് കണ്ട് കഴുത്തിൽ മുറുക്കി അബോധാവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് പൊക്കിയെടുത്ത് മേളിൽ കൊണ്ട് കിടത്തി ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് പിന്നെ മരിച്ചെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവിടെ ഷാളിട്ട് മൂടി അങ്ങ് പോയത്. പക്ഷെ അന്നേരം ഒരു തെങ്ങിൻ്റെ മൂട്ടിലാണ് ഒരു സംഭവം നടന്നത്. രാത്രിയിൽ അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്ന് ഇവർ രണ്ടുപേരും കൂടി രാത്രിയിൽ ഈ ബോഡി കൊണ്ട് ഈ കൈതയുടെ കൂട്ടത്തിൽ ഒളിച്ചു. ആ കൈതക്കൂട്ടത്തിൽ ഒളിച്ചു വെപ്പിച്ചപ്പോഴാണ് മറ്റവൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയതും മറ്റവൻ്റെ ഷർട്ട് ആദ്യം തന്നെ പോയിരുന്നു. അവൻ്റെ ചെരുപ്പ് പോയതും മറ്റ് വസ്ത്രങ്ങളെല്ലാം കൂടി ചുരുട്ടിക്കൂട്ടി നേരത്തെ കിടന്ന ഷർട്ടും എല്ലാം കൂടെ എടുത്ത് ചുരുട്ടിക്കൂട്ടി ഒളിപ്പിച്ചു വെച്ചത്. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും ആ കേസ് തെളിയാതിരുന്നത് പ്രാഥമിക അന്വേഷണത്തിലെ പാളിച്ചകൾ കൊണ്ട് മാത്രമാണ്. പ്രതികളായിരുന്നവർ കയ്യകലത്തുണ്ടായിരുന്നു. കേസിന്റെ അന്വേഷണം വഴിമാറ്റുന്ന തരത്തിൽ നാട്ടുകാർക്കിടയിൽ പ്രചരണം നടത്താനും അവർക്ക് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഈ കേസ് വഴിതിരിച്ചു വിടാൻ ഒരുപാട് ആരോപണങ്ങൾ ഒക്കെ അവിടെ പരന്നിരുന്നു. വീട്ടുകാർ ചെയ്തതാണ്, ഭർത്താവ് ചെയ്തതാണ്, അതിൻ്റെ ചെരുപ്പ് കാണുന്നില്ല, അടിവസ്ത്രം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ അവിടെ പരന്നിരുന്നു.
കൃത്യം നടന്ന് 1.5 കൊല്ലത്തിന് ശേഷം കൃത്യം നടന്ന സ്ഥലത്ത് എന്തെങ്കിലും തെളിവുകൾ അവശേഷിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീയുടെ വസ്ത്രത്തിന് സംബന്ധിക്കുന്ന ഒരു മിസ്സിംഗ് ലിങ്ക്, പ്രതിക്ക് ഉണ്ടാകുന്ന ഒരു സംശയിക്കേണ്ട ഒരു ഷർട്ട്, ഇതൊക്കെ ആ സ്ഥലത്തുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ച് വളരെ പരസ്യമായ ഒരു അന്വേഷണ ശൈലി ആ സ്ഥലമെല്ലാം കിളച്ച് പരിശോധിച്ച്, അപ്പോൾ അങ്ങനെ ആ പരിശോധനയിലാണ് യഥാർത്ഥത്തിൽ ഈ തെളിവ് കിട്ടുന്നത്. അപ്പോൾ സംഭവം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞിട്ടും ആ കൃത്യസ്ഥല പരിശോധന അത് നല്ല രീതിയിൽ നടത്തുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് നല്ല രീതിയിൽ അതിൻ്റെ റെലവൻസ് മനസ്സിലാക്കിയും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടാണ് ഈ കേസ് തെളിയിക്കാനിടയായത്. എത്ര കാലം കഴിഞ്ഞാലും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തെളിവിൻ്റെ ഒരംശമെങ്കിലും അവശേഷിക്കും എന്ന സത്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കേസിൻ്റെ അന്വേഷണം. മാതൃഭൂമി എക്സ്വേലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കുറ്റാന്വേഷണ കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.